BBC ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. BBC ചാനൽ നമുക്കറിയാം, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ലോകമെമ്പാടുമുള്ള ഒരുപാട് പ്രേക്ഷകർ കാണുന്ന ഒരു ന്യൂസ് ചാനലാണ്. ഈ ഒരു ചാനൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ വിമർശനത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. ഗാസ ഇസ്രയേൽ യുദ്ധത്തിന്റെ ഒരു ഡോക്യുമെന്ററി BBC ഉണ്ടാക്കിയിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയാണ് BBC വലിയൊരു പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത്. എന്തായാലും വിശദമാക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഗാസ ഇസ്രയേൽ യുദ്ധം ഒരുപാട് പേരുടെ മരണത്തിനും അല്ലെങ്കിൽ ഒരുപാട് ജീവിതങ്ങൾ അനാഥമാക്കിയ 18 മാസത്തിന് മുകളിൽ നീണ്ടു നിന്നൊരു യുദ്ധമാണ്. ഇപ്പോഴും അവിടെയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് BBC ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ കുറേ ഡോക്യുമെൻ്ററികളെല്ലാം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ലൈഫ് ആൻഡ് ഡെത്ത് ഇൻ ഗാസ എന്നൊരു ഡോക്യുമെൻ്ററി. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻ്ററി ഒന്ന് കണ്ടു നോക്കുക. ഗാസയുടെ യുദ്ധത്തിന് മുൻപുള്ള ജീവിതവും ഇപ്പോഴുള്ള ജീവിതത്തെയും കുറിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി തന്നെയാണ്. എന്നാൽ BBC പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ ഒരു ഡോക്യുമെൻ്ററിയുടെ അടിസ്ഥാനത്തിലല്ല. ഹൗ ടു സർവൈവ് എ വാർ സോൺ എന്നൊരു ഡോക്യുമെൻ്ററി ഒരുപാട് പണം ചിലവാക്കി നിർമ്മിച്ച ഒരു ഡോക്യുമെൻ്ററിയാണ്. ഏകദേശം 4 ലക്ഷം പൗണ്ട് ചിലവാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണത്. എന്നാൽ ഇപ്പോൾ BBC ആ ഒരു ഡോക്യുമെൻ്ററി നീക്കം ചെയ്തിരിക്കുകയാണ്. അതിനുള്ളൊരു കാരണം മറ്റൊന്നുമല്ല, BBCയുടെ ഈ ഒരു ഡോക്യുമെൻ്ററി പശ്ചാത്തലം എന്ന് പറയുന്നത് ഹമാസിനെയും തീവ്രവാദത്തെയും അനുകൂലിച്ചു കൊണ്ടായിരുന്നു. ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ച ക്യാമറാമാൻ ഹാദം റവാഗ് ട്വിറ്ററിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് വലിയ പരാമർശത്തിലേക്ക് വഴി തെളിയിച്ചിരിക്കുന്നത്. BBC പറയുന്നത് അനുസരിച്ച് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി മാത്രം നിയമിച്ച ഒരു ക്യാമറാമാനാണ് അദ്ദേഹം. വലിയ തുകയൊക്കെ നൽകിയാണ് BBC ഈ ക്യാമറാമാനെ നിയമിച്ചിരിക്കുന്നത്. ഇസ്രയേൽ പട്ടാളക്കാരനെ ഹമാസ് വളരെ ക്രൂരമായി ഉപദ്രവിച്ച് കൊല്ലുന്ന ദൃശ്യങ്ങളാണ് ഈ BBC ക്യാമറാമാൻ ഷെയർ ചെയ്തത് ട്വിറ്ററിൽ. ഇത് അദ്ദേഹം വളരെ അഭിമാനത്തോടെയാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്ന വീഡിയോ ഷെയർ ചെയ്തത്. ഒരു സെലിബ്രേഷൻ ഡേ എന്ന രീതിയിലാണ് അത് പോസ്റ്റ് അദ്ദേഹം ചെയ്തത്. ഇത് ട്വിറ്ററിൽ മില്യൺ കണക്കിന് ആളുകൾ ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതാണിപ്പോൾ വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഡോക്യുമെൻ്ററിയിൽ ഹമാസിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വളരെ ഫേക്ക് ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ BBC ശ്രമിക്കുന്നു എന്നാണ് പരാമർശം. ഇപ്പം BBC പോലുള്ള വേൾഡ് ഫേമസ് ന്യൂസ് ചാനൽ ഹമാസ് പോലുള്ള ഒരു തീവ്രവാദ സംഘടനയെ അനുകൂലിക്കുന്നത് ആ ഒരു ചാനലിൻ്റെ ഡിഗ്നിറ്റിയാണ് ബാധിക്കുന്നത്. മാത്രമല്ല, ഇത്രയും പണം മുടക്കി ഒരു ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ ഇതിൻ്റെ പോസ്റ്റ് ആൻഡ് പ്രീസ്ക്രിപ്റ്റ് സബ്മിഷൻ ഉണ്ട്. അതൊക്കെ ന്യൂസ് റൂമുകളിൽ എത്തിക്കേണ്ടതാണ്. അതൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ആ ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിയലിസ്റ്റിക് ആകണം. അതായത് ഗ്രൗണ്ട് റിയാലിറ്റി കൊണ്ടുവരണം. അവിടെ യുദ്ധം നടക്കുന്ന സിറ്റികളിൽ വെച്ച് എന്താണോ യഥാർത്ഥത്തിൽ നടക്കുന്നത് അത് തന്നെയാണ് ഡോക്യുമെൻ്ററിയിൽ കൊണ്ടുവരേണ്ടത്. എന്നാൽ BBCയുടെ ഈ ഒരു ഡോക്യുമെൻ്ററി കംപ്ലീറ്റ് ഫേക്ക് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു റീക്രിയേഷൻ കൊണ്ടുവന്നു അവരവിടെ. BBCയുടെ ഒരു ആംഗിളിൽ ചെയ്തെടുത്തു. നമുക്കറിയാം, ഓരോ ചാനലിനും അവരുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്. സ്വാഭാവികമാണ്. അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അതൊരിക്കലും സത്യത്തെ മറച്ചു വെച്ച് കള്ളങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്പേസ് ആവരുത്. BBC ചെയ്തതും അതാണ്. അവരുടെ വീക്ഷണകോണത്തിൽ നിന്നും ഈ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചു, ജനങ്ങളിലേക്ക് എത്തിച്ചു. എന്നിട്ട് ഹമാസിനെ വാനോളം ഉയർത്തിപ്പാടി. ഇവിടെ BBC ചെയ്തത് ഒരു തീവ്ര മതഭ്രാന്തനെയും തീവ്രവാദ അനുകൂലിയെയും നിയമിച്ചു. ഹ്യൂജ് മണി ചിലവാക്കി ഡോക്യുമെൻ്ററി നിർമ്മിച്ചു. എന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അവരുടെ പെർസെപ്ഷനിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു. എന്തായാലും ഈ ഒരു ഡോക്യുമെൻ്ററി BBC റിമൂവ് ചെയ്തിരിക്കുകയാണ്. കുറച്ചു കാലം മുതലേ BBCയും അതുപോലെ തന്നെ അൽ ജസീറയും നേരിടുന്ന ഒരു വിമർശനമാണ് തീവ്രവാദ പ്രവർത്തനത്തെയും തീവ്രവാദത്തെയും അനുകൂലിക്കുന്ന തീവ്ര ഇസ്ലാമിക അനുകൂലികൾ BBC പോലുള്ള ചാനലിൽ പ്രവേശിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്. അത് ചാനലിനെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു വേൾഡ് ഫേമസ് മീഡിയ ഓർഗനൈസേഷൻ ഒരിക്കലും ഒരു തീവ്രവാദ സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയുള്ള കാര്യമല്ല. ലോകം മുഴുവൻ കാണുന്ന ഒരു ചാനൽ പുറത്തു കൊണ്ടുവരുന്നത് ഫേക്ക് നിർമ്മിതികളാണ്. എന്തായാലും BBC വലിയ പണം മുടക്കി നിർമ്മിച്ച ഈ ഡോക്യുമെൻ്ററി വലിയ നഷ്ടത്തിൽ തന്നെ ഇല്ലാതാവുകയാണ് ചെയ്തത്.